ഞാൻ ഇന്ന് പല സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് എന്നെ പലരും കണ്ടിട്ട് പറയും, സാറിന്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ലൈഫിൽ വലിയ മാറ്റമുണ്ട്. ചിലർ വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്ന സമയത്ത് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഞാൻ എല്ലാം തകർന്നു നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് എൻ്റെ ലൈഫ് തിരിച്ചു വന്നത് നിങ്ങളുടെ കോഴ്സ് കൊണ്ടാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ വലിയ എൻ്റെ നേട്ടങ്ങളല്ല ഞാൻ പറയുന്ന സന്തോഷം എന്ന് പറയുന്നത്, മറിച്ച് നമ്മളുടെ പ്രവർത്തനം മൂലം മറ്റുള്ള എത്രയോ ആളുകളുടെ ലൈഫിലുണ്ടായ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് അതുണ്ടാക്കാൻ പറ്റിയില്ലേ? കഴിഞ്ഞ 30-33 വർഷക്കാലത്തോളം ജീവിച്ചതിനേക്കാളും എത്രയോ വാല്യുബിൾ ആയിട്ട്, എത്രയോ ക്രിയേറ്റീവായിട്ട് ജീവിക്കുന്നു കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ. അതിനിടയിൽ ഞാൻ ആകെ ചെയ്ത ഒരൊറ്റ കാര്യം, ഐഡന്റിഫൈ മൈ പർപ്പസ്. എൻ്റെ പർപ്പസ് എന്തിന് ജീവിക്കുന്നു എന്നുള്ള പർപ്പസ് ഐഡന്റിഫൈ ചെയ്തു എന്നത് മാത്രമാണ് പ്രത്യേകമായിട്ട് ചെയ്തത്. സോ പർപ്പസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഉണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങൾ. എന്നാൽ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുൻപുള്ള 30 വർഷത്തോളം ഉള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. എല്ലാവരെയും പോലെ തന്നെ ജോലിക്ക് പോകുന്നു, ശമ്പളം വാങ്ങുന്നു, വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്നു എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ നോർമലായിട്ട് ജീവിച്ചതിനേക്കാളും വലിയ ഇമ്പാക്റ്റ് പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. സോ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞു, ലോകത്തിൽ 90% ആളുകൾ, അല്ലെങ്കിൽ 85% ആളുകളെങ്കിലും എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള പർപ്പസ് അറിയാത്തവരാണ്. പർപ്പസ് അറിയാത്തവരാണ്. ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ അപാരമായിട്ടുള്ള കഴിവുണ്ടാവും, ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ വലിയ ടാലന്റ് ഉണ്ടാവും, ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ അപാരമായിട്ടുള്ള ശേഷി പലതിനും ഉണ്ടാവും. പക്ഷേ ഇത് എന്തിനു വേണ്ടി പുറത്തെടുക്കും? എന്താണ് എൻ്റെ ഉള്ളിലെ ടാലന്റ്, എന്താണ് എൻ്റെ ഉള്ളിലെ കഴിവ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നറിയില്ലെങ്കിൽ, അതായത് ഒരു സേയിങ് ഉണ്ട്, ഒരു ചൊല്ലുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഉപയോഗിക്കാത്ത നിധി മുഴുവൻ കിടക്കുന്നത് സെമിത്തേരിയിലാണെന്നാണ്. ഉപയോഗിക്കാതെ പോയ നിധികൾ മുഴുവൻ ആർക്കും വേണ്ടാതെ കുഴിച്ചു മൂടപ്പെട്ട സ്ഥലത്തിന്റെ പേരാണ് സെമിത്തേരി എന്ന് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾ സെമിത്തേരിയിലേക്കും അതുപോലെ തന്നെ കല്ലറകളിലേക്കും ഖബറിലേക്കും ഒക്കെ പോകും, അല്ലെങ്കിൽ നമ്മൾ ചാരമായി തീരും. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാലോ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാലോ ഒക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് നമുക്ക് പാടാൻ പറ്റുന്ന, നമുക്ക് മാത്രം പാടാൻ പറ്റുന്ന ആ പാട്ട് തിരിച്ചറിയാം. അത് തിരിച്ചറിയാൻ സഹായിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മനുഷ്യരുടെ മുഖത്ത് സ്മൈൽ കൊണ്ടുവരാൻ പറ്റും.